പ്രോ മോഡ്, മാനുവൽ മോഡ് അല്ലെങ്കിൽ എക്സ്പേർട്ട് മോഡ്. ഒരു ചിത്രത്തിലെ ക്രൂഷ്യൽ എലമെന്റുകളായിട്ടുള്ള എക്സ്പോഷർ, ഫോക്കസ്, അതുപോലെ തന്നെ ചിത്രത്തിന്റെ കളർ ടോൺ, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ക്യാമറ തന്നെ ഡിസൈഡ് ചെയ്യാതെ നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്തിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചിത്രങ്ങൾ എടുക്കുന്ന പരിപാടിയാണിത്. പണ്ടൊക്കെ DSLR-ലോ അല്ലെങ്കിൽ മിറർലെസ് ക്യാമറകളിലോ മാത്രം ഉണ്ടായിരുന്ന ഈ ഒരു മോഡ് നമ്മുടെ മൊബൈൽ ഫോണിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഷൂട്ട് ലൈക്ക് എ പ്രോ സീരീസിലെ 3ാമത്തെ എപ്പിസോഡിൽ നിന്ന് പ്രോ ലെവലിൽ നമ്മളെ എങ്ങനെയാണ് ഫോട്ടോകൾ എടുക്കുന്നതെന്ന് പഠിക്കാം. നിങ്ങളുടെ ഫോണിൽ ഈ പ്രോ മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ക്യാമറ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ പ്രോ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ പ്രോ മോഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് പലതരത്തിലുള്ള ഓപ്ഷനുകളുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഷട്ടർ സ്പീഡ്, ISO, വൈറ്റ് ബാലൻസ്, അതുപോലെ തന്നെ ഫോക്കസ്. ഇനി നിങ്ങളുടെ നോർമൽ ക്യാമറ ആപ്പ് ഇതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ മാനുവൽ മോഡ് ക്യാമറ ആപ്പുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഷട്ടർ സ്പീഡ്, ക്യാമറയുടെ ഷട്ടർ ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്യുന്ന സമയത്താണ് ഈ സെൻസറിലേക്ക് ലൈറ്റ് വീഴുന്നത്. ഈ ഷട്ടർ എത്ര നേരം തുറന്നു വെക്കുന്നു എന്നുള്ളതിന്റെ അളവിനെയാണ് നമ്മൾ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. ഒരുപാട് നേരം ഷട്ടർ തുറന്നു വെക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ സ്ലോ ഷട്ടർ സ്പീഡ് എന്ന് പറയും. വളരെ പെട്ടെന്ന് ഷട്ടർ തുറന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫാസ്റ്റ് ഷട്ടർ എന്നും പറയും. ഇനി നമുക്ക് ഷട്ടർ സ്പീഡ് മാറുന്നതിനനുസരിച്ച് ചിത്രത്തിൽ വരുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഷട്ടർ സ്പീഡ് കുറച്ച് വെച്ചിട്ട് ഒരു ചിത്രം എടുക്കാം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ചിത്രത്തിൽ കുറച്ച് മോഷൻ ബ്ലർ ഉള്ളതായിട്ട് കാണാം. ഇനി നമുക്ക് ഷട്ടർ സ്പീഡ് ഒരല്പം കൂടെ കൂട്ടി വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. ഇപ്പം നമ്മൾ ആദ്യത്തെ ചിത്രത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ മോഷൻ ബ്ലർ കുറവാണ്. ഇനി നമുക്ക് ഷട്ടർ സ്പീഡ് വളരെ ഹൈ ആയിട്ട് വെച്ചിട്ട് ചിത്രം എടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ സ്പീഡിലുള്ള ഈ ഒരു എലമെന്റ് വളരെ കൃത്യമായിട്ട് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് ചിത്രം എടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഷട്ടർ സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കൊരു ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു എലമെന്റിനെ ഫ്രീസ് ചെയ്ത് ചിത്രം എടുക്കണമെങ്കിൽ ഹയർ ഷട്ടർ സ്പീഡിൽ നമ്മൾ ഷൂട്ട് ചെയ്യണം. ഇനി നമുക്ക് മോഷൻ ബ്ലറോട് കൂടിയ ചിത്രങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ലോവർ ഷട്ടർ സ്പീഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുക. ഇനി നമുക്ക് ക്രിയേറ്റീവായിട്ട് ഈ ഷട്ടർ സ്പീഡിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. സ്ലോ ഷട്ടർ സ്പീഡ് അഥവാ ലോങ് എക്സ്പോഷർ. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൈറ്റ് പെയിന്റിങ്, അതുപോലെ തന്നെ ലൈറ്റ് ട്രെയിൽസ്, ഗാലക്സികളുടെ ചിത്രങ്ങൾ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വാട്ടർ സർഫസുകളുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ പകർത്തുന്നത്. ലൈറ്റ് പെയിന്റിങ് എങ്ങനെയാണ് നമ്മൾ പകർത്തുന്നത് നോക്കാം. ആദ്യം നമ്മൾ ക്യാമറ ട്രൈപോഡിൽ വെച്ചിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. സ്ലോ ഷട്ടർ സ്പീഡിൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ട്രൈപോഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മൾ ഷട്ടർ സ്പീഡ് നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ക്യാരക്ടറിനെ വളരെ സ്റ്റില്ലായിട്ട് നിർത്തിയിട്ട് ഒരു ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ചിട്ട് ലൈറ്റ് പെയിന്റ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് ലൈറ്റ് പെയിന്റിങ്. ഈ സമയത്ത് എപ്പോഴും നമ്മുടെ ഫോക്കസ് മാനുവലി സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ലൈറ്റ് പെയിന്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ഷട്ടർ, അതായത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഷട്ടർ ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്യുന്ന പരിപാടിയാണ്. അതായത് ഷട്ടർ സ്പീഡ് വളരെ കൂടുതലാണ് എന്നർത്ഥം. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു എലമെന്റിനെ ഫ്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് സ്പ്ലാഷ് ചിത്രങ്ങളൊക്കെ പകർത്താൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ഷട്ടർ സ്പീഡ് ഉപയോഗിക്കാം. ഫ്രൂട്ട്സോ വെജിറ്റബിളോ ഒക്കെ വാട്ടർ സർഫസിൽ വീഴുന്ന ആ ഒരു എക്സാക്റ്റ് മൊമെന്റിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യുന്ന പരിപാടിയാണ് സ്പ്ലാഷ് ഫോട്ടോഗ്രാഫി. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം എല്ലാം സെറ്റ് ചെയ്ത് ഫോക്കസ് ഒക്കെ മാനുവലി സെറ്റ് ചെയ്തതിന് ശേഷം ഷട്ടർ സ്പീഡ് വളരെ ഹൈ ആക്കി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് മൊമെന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർ ഡ്രോപ്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് ഫ്രീസ് ചെയ്ത് നമുക്ക് ചിത്രങ്ങൾ എടുക്കാൻ പറ്റും. സ്പ്ലാഷ് ഫോട്ടോഗ്രാഫിയെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ISO, നമ്മുടെ ക്യാമറയുടെ സെൻസറിൻ്റെ ലൈറ്റിനോടുള്ള സെൻസിറ്റിവിറ്റിയെയാണ് നമ്മൾ ISO എന്നുള്ള അളവ് ഉപയോഗിച്ചിട്ട് പറയുന്നത്. ISO കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ലൈറ്റ് സെൻസർ ക്യാപ്ചർ ചെയ്യും. അതുപോലെ തന്നെ ISO കുറയുന്നതിനനുസരിച്ച് ലൈറ്റ് കുറയുകയും ചെയ്യും. ഇനി ISO കൂട്ടുമ്പോഴുള്ള ആകെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് നോയ്സ് ആഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ISOകളിൽ ചിത്രങ്ങൾ എടുത്തു നോക്കാം. ആദ്യം നമുക്ക് ISO വളരെ കുറച്ച് വെച്ചിട്ടൊരു ചിത്രം എടുക്കാം. ഇനി ISO കുറച്ചുകൂടെ കൂട്ടിയിട്ട് മറ്റൊരു ചിത്രം എടുക്കാം. ഇനി ISO ഏറ്റവും കൂട്ടി വെച്ചിട്ട് നമുക്ക് ഒരു ചിത്രം കൂടി പകർത്തി നോക്കാം. ഇനി നമുക്ക് ഈ ചിത്രങ്ങൾ സൂം ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും ISO ഏറ്റവും കൂടിയ ചിത്രങ്ങളിൽ നോയ്സ് വളരെ കൂടുതലാണ് എന്നുള്ളത്. ISO ഏറ്റവും കുറച്ച് വെച്ച് ചിത്രങ്ങൾ എടുക്കുന്നതായിരിക്കും ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ കിട്ടാൻ ഏറ്റവും നല്ലത്. ഇനി ISO നമുക്കൊരു മീഡിയം റേഞ്ചിൽ വെച്ചിട്ട് ഷട്ടർ സ്പീഡിൽ നമുക്ക് വെളിച്ചം കൺട്രോൾ ചെയ്യാം.
ഇനി ഷട്ടർ സ്പീഡ് വളരെ കുറയ്ക്കുന്ന സിറ്റുവേഷനാണ് ഉള്ളതെങ്കിൽ എന്തായാലും ട്രൈപോഡും യൂസ് ചെയ്യാം. വൈറ്റ് ബാലൻസ്. ഒരു ചിത്രത്തിൻ്റെ ടോണിനെ നമുക്ക് കൂൾ ടോണിനും വാം ടോണിനും ഇടയിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ബാലൻസ് എന്നുള്ള പാരാമീറ്റർ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ബാലൻസിൻ്റെ വാല്യൂ, അതായത് ഇത് കെൽവിനിലാണ് പറയുക, ഈ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അത് കൂടുതൽ ഓറഞ്ച് ടോൺ അഥവാ വാം ടോണിലേക്ക് മാറും. ഇനി നമ്മൾ വൈറ്റ് ബാലൻസിൻ്റെ വാല്യൂ കുറയ്ക്കുന്നതിനനുസരിച്ച് ചിത്രത്തിൻ്റെ ടോൺ കൂടുതൽ ബ്ലൂ ടോണിൽ അല്ലെങ്കിൽ കൂൾ ടോണുകളിലേക്ക് മാറും. നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇതിനെ വളരെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഈ കടൽ തീരത്തൊരു ചിത്രം എടുക്കുകയാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ വളരെ ഗ്രേ ആയിട്ടുള്ള, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കളർ ടോണാണ് ഉള്ളത്. ഇനി ഇതിന് നമുക്കൊരു സൺസെറ്റ് ലുക്ക് കൊടുക്കണമെങ്കിൽ അതിൻ്റെ വൈറ്റ് ബാലൻസിൻ്റെ വാല്യൂ കൂട്ടി വെച്ചിട്ട് നമുക്കൊരു ഓറഞ്ച് ടോണിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി നമുക്കൊരു ഏർലി മോർണിംഗ് അങ്ങനെയുള്ളൊരു ലുക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ വൈറ്റ് ബാലൻസിൻ്റെ വാല്യൂ കുറച്ച് അതിനൊരു ബ്ലൂയിഷ് ടോണ് കൊടുക്കാൻ പറ്റും. ഇനി വളരെ ന്യൂട്രലായിട്ട് നിങ്ങൾക്ക് ചിത്രങ്ങൾ പകർത്തിയിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഈ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മാനുവൽ ഫോക്കസ്. നമുക്ക് സ്മാർട്ട് ഫോണിൽ സ്ക്രീനിൽ ടച്ച് ചെയ്ത് തന്നെ വളരെ ഓട്ടോമാറ്റിക്കലി ഫോക്കസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ചില സിറ്റുവേഷനുകളിൽ ഏറ്റവും നല്ലത് മാനുവലി ഫോക്കസ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഒരുപാട് എലമെൻറ്റുകൾക്കിടയിൽ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാക്രോ ചിത്രം എടുക്കുന്ന സമയത്ത് ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഫോക്കസ് ചെയ്യണമെങ്കിൽ, ലൈറ്റ് പെയിൻറ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ, ഇത്തരം സമയങ്ങളിലൊക്കെ മാനുവൽ ഫോക്കസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫോക്കസ് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ വേണമെങ്കിൽ നമ്മുടെ ചിത്രത്തിനെ ഔട്ട് ഓഫ് ഫോക്കസ് ആക്കി വെച്ചിട്ടും ക്രിയേറ്റീവായിട്ടുള്ള നല്ല ചിത്രങ്ങൾ പകർത്താൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെ നല്ല ചിത്രങ്ങൾ ഫ്രെയിം ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ടിപ്പുകളും ടെക്നിക്കുകളും ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. സീ യു ഗൈസ്, ബൈ.